Hi everyone, welcome back to yet another episode of Magic English. Magic Englishന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് നമ്മുടെ ഇംഗ്ലീഷ് ഫ്ലുവൻസിയെ ബാധിക്കുന്ന മാജിക് ഇംഗ്ലീഷ് വിഭാവനം ചെയ്യുന്ന കുറച്ച് തടസ്സങ്ങളുണ്ട്. ആ തടസ്സങ്ങളിൽപ്പെട്ട ഒന്നാണ് പ്രപ്പോസിഷൻ ശരിക്കും ഉപയോഗിക്കാൻ പറ്റാതിരിക്കുക, അതിൽ കൺഫ്യൂഷൻ ഉണ്ടാവുക. എന്താണ് പ്രപ്പോസിഷൻസ്? നമ്മൾ ഉപയോഗിക്കുന്ന ഇൻ, ഓൺ, അറ്റ്, ഓൺ, ഇൻ, അറ്റ്, ഓഫ്, ഫ്രം, വിത്ത് ഇങ്ങനെയുള്ള പ്രപ്പോസിഷൻസ് നൗണിനെ കണക്ട് ചെയ്യുന്ന പദങ്ങൾ ഉപയോഗിക്കുന്നതിൽ സംശയം വന്നാൽ അത് ഫ്ലുവൻസിയെ ബാധിക്കുന്ന ഒരു ഘടകമാണ്. സോ വി ആർ ഗോയിങ് ടു ക്ലിയർ ഔട്ട് സം കൺഫ്യൂഷൻ ഇൻ ദാറ്റ് ഏരിയ ഇൻ ടുഡേസ് എപ്പിസോഡ്സ്. നമ്മൾ ഓൺ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, എന്താണ് അതിൻ്റെ അർത്ഥം, അതെവിടെയൊക്കെ ഉപയോഗിക്കാം എന്ന് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കാണാൻ ശ്രമിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ആദ്യമായിട്ട് ഓൺ എന്ന പദത്തിന്റെ മലയാള മീനിങ് ഒരു പ്രതലത്തിന്റെ മേൽ, ഒന്നിന്റെ മേൽ എന്നാണ്. മേൽ എന്നാണ്, അതായത് ഈ മേശയുടെ മേൽ, ഓൺ ദിസ് ടേബിൾ, ചെയറിന്മേൽ, on the chair, on the bench, on the cupboard, കബോർഡിന്മേൽ. അപ്പോൾ മേൽ എന്ന് പറയാനാണ് ഓണിന്റെ പ്രാഥമികമായ അർത്ഥം. The first meaning of on is on the surface of something എന്നാണ് അതിന്റെ അർത്ഥം. I kept the mobile on the table. ഞാൻ ടേബിളിന്റെ മേൽ എൻ്റെ മൊബൈൽ വെച്ചു. I am sitting on sofa. ഞാൻ സോഫയിൽ ഇരിക്കുകയാണ്. He sat on the chair. അവൻ ചെയറിൽ ഇരുന്നു. അപ്പോൾ മേൽ എന്ന് പറയാനാണ് ഓൺ ഉപയോഗിക്കുന്നത്. പക്ഷേ ഓണിന് ഇതുകൂടാതെ മറ്റു ചില അർത്ഥങ്ങളുണ്ട്. നമുക്ക് അക്കമിട്ട് പറഞ്ഞു നോക്കാം. 2, ഒരാഴ്ചയിലെ ദിവസം പറയാൻ നാം ഉപയോഗിക്കേണ്ടത് ഓൺ ആണ്. തിങ്കളാഴ്ച, ഓൺ മൺഡേ. അവൻ തിങ്കളാഴ്ച വരും. ഈ വിൽ കം ഓൺ മൺഡേ. നമ്മുടെ മീറ്റിംഗ് ഫ്രൈഡേ ആയിരിക്കും. അവർ മീറ്റിംഗ് വിൽ ബി ഓൺ ഫ്രൈഡേ. അപ്പം ഓൺ ഫ്രൈഡേ, ഓൺ മൺഡേ, ഓൺ ട്യൂസ്ഡേ, ആഴ്ചകളിലെ ദിവസം പറയാൻ നമുക്ക് വേണ്ടത് ഓൺ എന്നുള്ള പദമാണ്. ഇനി മൂന്നാമത്തത്, ഒരു ഡേറ്റ് പറയാൻ നാം ഉപയോഗിക്കേണ്ടത് ഓൺ ആണ്. ഓൺ 1st April, ഓൺ 25th May, ഓൺ 2nd June. എല്ലാ ഡേറ്റ്സ് പറയാൻ നമുക്ക് ഓൺ ആണ് ഉപയോഗിക്കേണ്ടത്. ഹി ഈസ് ഗോയിങ് ടു ഗെറ്റ് മാരീഡ് ഓൺ 5th June. അവൻ 5th June കല്യാണം കഴിക്കാൻ പോവുകയാണ്. അവർ നെക്സ്റ്റ് മീറ്റിംഗ് വിൽ ബി ഓൺ 21st April. നമ്മൾ അടുത്ത മീറ്റിംഗ് 21st April ആയിരിക്കും. അപ്പോൾ ഡേറ്റ് പറയുമ്പോൾ ഓർക്കുക, എപ്പോഴും ഓൺ ആണ്. അതുപോലെ ഒരു ഡിവൈസിന്മേൽ എന്ന് പറയുമ്പോൾ, ഉദാഹരണത്തിന് കമ്പ്യൂട്ടറിൽ, മൊബൈലിൽ, വാട്സപ്പിൽ, ഫേസ്ബുക്കിൽ, ക്ലോക്കിൽ, ഇങ്ങനെ ഒരു ഡിവൈസിൽ എന്ന് പറയാൻ ഉപയോഗിക്കുന്നതും ഓൺ എന്ന മേൽ എന്ന അർത്ഥമാണ്. ഉദാഹരണത്തിന് ഓൺ കമ്പ്യൂട്ടർ, ഓൺ ക്ലോക്ക്, ഓൺ വാട്സപ്പ്, ഓൺ ഫേസ്ബുക്ക്, ഓൺ ഫോൺ, ഓൺ മൊബൈൽ. വാട്ട് ഈസ് ദ ടൈം ഓൺ ദ ക്ലോക്ക്? അതുപോലെ ഐ വിൽ കോൾ യു ഓൺ മൊബൈൽ. ഞാൻ നിന്നെ മൊബൈലിൽ വിളിക്കും. അതുപോലെ ഹീസ് വർക്കിംഗ് ഓൺ കമ്പ്യൂട്ടർ. ഓൺ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുകയാണ്. ഹീസ് വർക്കിംഗ് ഓൺ കമ്പ്യൂട്ടർ. I will send you a message on WhatsApp. WhatsAppil, on clock, on the clock, on device, on computer, on Facebook. Do you have any account on Facebook? അപ്പോൾ ഒരു ഡിവൈസിൽ എന്ന് പറയാൻ ഓർമ്മിക്കുക, എപ്പോഴും ഓൺ ആണ്. അതുപോലെ നിങ്ങളുടെ ഇടതുവശം, നിങ്ങളുടെ വലതുവശം എന്ന് പറയാൻ ഉപയോഗിക്കുന്നത് ഓൺ ആണ്. On your left, on your right. Please go forward and you can see more buildings on your right side, or you can see more buildings on your left side. Can you see any bank on your right? Can you see any bank on your left? അപ്പോൾ വശങ്ങൾ പറയാൻ ഉപയോഗിക്കേണ്ടത് ഓൺ ആണ്. നമുക്ക് ഒന്ന് റീക്യാപ്പ് ചെയ്യാം. ആദ്യമായിട്ട് ഒരു പ്രതലത്തിന്മേൽ എന്ന് പറയുമ്പോൾ ഓൺ ഉപയോഗിക്കണം. ഓൺ സോഫ, ഓൺ ദ ചെയർ, ഓൺ ദ ടേബിൾ. ആഴ്ചയിലെ ദിവസങ്ങൾ പറയാൻ ഓൺ ഉപയോഗിക്കണം. ഓൺ മൺഡേ, ഓൺ ട്യൂസ്ഡേ, ഓൺ ഫ്രൈഡേ. ഇനി മാസത്തിലെ തീയതികൾ പറയാൻ ഓൺ ആണ്. ഓൺ 1st April, ഓൺ 25th June, ഓൺ 2nd May. ഇനി ഡിവൈസുകൾ പറയാൻ ഒരു കമ്പ്യൂട്ടറിൽ, മൊബൈലിൽ, വാട്സപ്പിൽ, ഫേസ്ബുക്കിൽ നമുക്ക് വേണ്ടത്, ഇത് പറയാൻ നമുക്ക് വേണ്ടത് ഓൺ ആണ്. ഓൺ ഫേസ്ബുക്ക്, ഓൺ മൊബൈൽ, ഓൺ കമ്പ്യൂട്ടർ, ഓൺ ദ ക്ലോക്ക്. ഇനി ഇടതുവശം വലതുവശം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടത് ഓൺ ആണ്. ഓൺ യുവർ ലെഫ്റ്റ്, ഓൺ യുവർ റൈറ്റ്. ഇതുപോലെ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള, ഷോർട്ട് ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള, മാജിക് ടച്ചുള്ള പാഠങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കോഴ്സിനെ കുറിച്ച് അറിയാൻ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ദിസ് ഈസ് സാദിഖ് ഉദ്ദുമ ഫ്രം മാജിക് ഇംഗ്ലീഷ്. See you in the next video. Thank you very much.